ചാലക്കുടി സ്വദേശി ഷീല സണ്ണിക്കെതിരായ വ്യാജ ലഹരി കേസിൽ മുഖ്യപ്രതി നാരായണദാസിന് ജാമ്യം. ഹൈക്കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. 104 ദിവസമായി റിമാൻഡിലായിരുന്നു. കൂടുതൽ ജുഡീഷ്യൽ കസ്റ്റഡി ആവശ്യമില്ല എന്നും കോടതി നിരീക്ഷിച്ചു. മുജിതബയുണ്ട് വിവരങ്ങൾ നൽകാനായി. മുജിതബ, കോടതിയുടെ നിരീക്ഷണങ്ങൾ എങ്ങനെയാണ്? മറ്റു വിശദാംശങ്ങൾ. അജി, നമുക്കറിയാം 72 ദിവസമാണ് ഷീല സണ്ണി വ്യാജ ലഹരി കേസുമായി ബന്ധപ്പെട്ട് അവരുടെ ബാഗിൽ ഈ സ്റ്റാമ്പുകളുണ്ട്, LSD സ്റ്റാമ്പുകളുണ്ട് എന്ന് വ്യാജേന അവരെ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് അത് വിശദമായ പരിശോധനയിൽ അത് വ്യാജമാണെന്ന് കണ്ടെത്തുകയും ഒക്കെ ചെയ്ത വളരെ വിവാദമായ ഒരു കേസ് നമുക്ക് മുമ്പിലുണ്ട്. ആ കേസിലാണ് പിന്നീട് കുറേയധികം കാലങ്ങൾക്ക് ശേഷം മുഖ്യപ്രതി ഈ കുടുംബ സുഹൃത്തിന്റെ അല്ലെങ്കിൽ അവരുടെ തന്നെ കുടുംബത്തിൽ ഒരു അംഗമായ ഒരാളുടെ സുഹൃത്തു കൂടിയായിട്ടുള്ള നാരായണദാസ് പിടിയിലാകുന്നത്. ആ നാരായണദാസ് കഴിഞ്ഞ 104 ദിവസമായി റിമാൻഡിൽ കഴിയുകയാണ്, ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. ഇനിയും ആ രൂപത്തിൽ ജുഡീഷ്യൽ കസ്റ്റഡി തുടരേണ്ടതില്ല. മതിയായ വിവരങ്ങൾ ചോദ്യം ചെയ്യലും ഉൾപ്പെടെ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയും കൂടുതൽ കാലം ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തുടരേണ്ടതില്ല എന്നതാണ് ഒരു തീരുമാനം. ഹൈക്കോടതിയാണ് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ആ കേസിലെ മുഖ്യപ്രതി കൂടിയാണ് നാരായണദാസ്. എന്തായാലും 72 ദിവസമാണ് ഷീല സണ്ണി വ്യാജലഹരി കേസുമായി ബന്ധപ്പെട്ട് ഒരു വ്യാജ ആരോപണത്തിന്റെ പേരിൽ, ഒരു ആസൂത്രണ പദ്ധതിയുടെ പേരിൽ ജയിലിൽ കഴിഞ്ഞത്. അതിൽ മുഖ്യപ്രതി 104 ദിവസം ജയിൽവാസം അനുവദിച്ചതിന് ശേഷമാണ് നാരായണദാസിന് ഹൈക്കോടതി ജാമ്യം നൽകുന്നത്. ശരി, അഹമ്മദ് മുജിതബയാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്നും.